ജയ്പൂർ ഗേറ്റ് എന്താ പറഞ്ഞ മിനി മെട്രോ ജയ്പൂരിന്റെ മിനി മെട്രോ ഇത്തരം ഓട്ടോറിക്ഷകൾ ഇലക്ട്രിക്കാണ് ഓസിക്കാരുണ്ട് നമ്മളെ വണ്ടി നമ്മള് പോകുമ്പോ സംഭവം 4 കിലോമീറ്ററിന് ഏകദേശം നമുക്ക് 20 റുപ്യ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ നമ്മൾ 1 കിലോമീറ്ററിന് 100 റുപ്യ തന്നാൽ മതി. ഇപ്പൊ എന്നാ മറ്റേ പോയി മാക്സിമം ചോദിച്ചു നോക്കാം. നിങ്ങള് മലയാളത്തിൽ ചോദിച്ചാൽ മതി. കായിന്റെ കാര്യം പോലും നല്ല ഓർമ്മ വരും. അത്തരത്തിൽ ഇന്ത്യ അറിഞ്ഞാലും ഇംഗ്ലീഷ് അറിഞ്ഞാലും അപ്പൊ നമുക്ക് ആവശ്യമില്ലാന്നുണ്ട് ഓരോരുണ്ട് നമുക്ക് ലാംഗ്വേജ് അറിയാം. 100 പറഞ്ഞാൽ നിങ്ങൾ 50 പറഞ്ഞു. അപ്പൊ ഇങ്ങനെ നിങ്ങളെ കഴിവ് പോലെ നിങ്ങൾക്ക് എന്താ ഇവിടുത്തെ ചെലവ് ചുരുക്കാം. ഒരു ഡിസിപ്ലിൻ ഇല്ലാത്ത ട്രാഫിക്കാണ് അവിടെ. ഒരു ഒറ്റ കുഞ്ഞാണെങ്കിൽ മരം ഡ്രൈവ് ചെയ്യാൻ സീബ്രാലിൽ ഒരു തേങ്ങയില്ല. പിന്നെ ഇവിടെ ഞങ്ങൾ കുറച്ച് കുട്ടികളെ കണ്ട് പൊട്ടിക്കണം. അപ്പൊ പൈസ വേണം. അപ്പൊ ഓർക്ക് അറിയില്ല. ഓല് നമ്മളോട് $10 എന്നാ ചോദിക്കണ്ടേ. നമ്മളൊക്കെ ഓനെ യൂറോപ്യൻസ് ആയിട്ട് $10 തരുമെന്നാ ചോദിച്ചത്. ഞാൻ പറഞ്ഞു ഹമാരെ കൺട്രിക്ക $20 എന്ന് പറഞ്ഞാൽ നമ്മളൊരു 20 റുപ്യ. അതാണ് ഹാർദിക് പാണ്ഡ്യയെ പോലെ പറയുമ്പോ റിവ്യൂ പറയുമ്പോൾ നമ്മളെ ഫോട്ടോ ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എത്ര ദിവസം കൂടുതൽ തങ്ങുന്നു അത്രയും കുറഞ്ഞു കുട്ടികൾ വരുമാന മാർഗമായിരുന്നു. കാരണം അപ്പുറത്തെ ഞങ്ങളെ തന്നെ അല്ലല്ല അതല്ല നമ്മള് പൈസ അവനോട് ഇതേമാരത്തെ എല്ലാവരും പിരിച്ചോന്ന് പറഞ്ഞാൽ നമ്മൾ 20 റുപ്യ അവന് കൊടുത്തിരുന്നു. പിന്നെ ചെക്കന്മാർ നോണ പറഞ്ഞില്ല. പന്തിന് എത്ര റുപ്യ 60 റുപ്യ. നമ്മളെ നാട്ടിലത്തെ ചെമ്പോണ്ട് 60-80 റേഞ്ചിലാണ്. ബോൾ പൊട്ടിയാണ് എല്ലാവരും. പക്ഷെ അത് നമ്മൾ 100 ആളെടുത്ത് പോയാൽ ഡെയിലി 2000 വേറെ സ്ട്രാറ്റജികൾ. പ്രധാന ടൂറിസ്റ്റ് സ്പോട്ടുകൾ ആയതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ എങ്ങനെയും ജീവിക്കാം. അതെ, എങ്ങനെയും ചുറ്റും മലകളാണ്. ഈ മലകൾമ കണ്ടമാനം കോട്ടകളുണ്ട്. അടിപൊളി വൻ വ്യൂ. ജയ്പൂർ സിറ്റി മൊത്തം കാണാം. ഇവിടുത്തെ രാജാക്കന്മാർ അങ്ങനെയും ഒരു മലമുകളിൽ കൊട്ടാണ്. ജയ്പൂർ നഗരം മൊത്തം ഇങ്ങനെ ഓലിങ്ങനെ ചായക്കപ്പ് ഉണ്ട്, മണ്ണിന്റെ ചായക്കപ്പ്. അത് ചായ കുടിച്ചാൽ അതുപോലെ റോഡിന്റെ അടിയിൽ ചെറിയ ടണലാണ്. പോയപ്പോൾ നല്ല സുഗന്ധം, നല്ല ഹ്യൂമൻ ഫ്രാഗ്രൻസിന്റെ അടിപൊളി ഓട പൊട്ടി നല്ല മണം ഉണ്ടാവും. അതിന്റെ മുമ്പ് നല്ല എന്താ ജോലാപട്ടൂരൊക്കെ ചുറ്റും മലകളാണ് മക്കളെ. മല